വചനമൊഴി ദനഹക്കാലം 7-ാം ഞായർ. വചനഭാഗം നിയമാവർത്തനം 14:22-15-4, ഏശയ്യ 42:5-9, 1 തിമോത്തി 6:17-21, മത്തായിയുടെ സുവിശേഷം 8:5-13. ദനഹക്കാലം 7-ാം ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ദനഹക്കാലം ദൈവിക വെളിപാടുകളെക്കുറിച്ചും മിശിഹായുടെ പരസ്യജീവിതത്തെക്കുറിച്ചും പ്രത്യേകമായി ധ്യാനിക്കുന്ന ആരാധനാക്രമ കാലമാണല്ലോ. ദൈവിക വെളിപാടുകളോടുള്ള പ്രത്യുത്തരമാണ് വിശ്വാസം. ഇന്നത്തെ ദൈവവചന വായനകളെല്ലാം വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. ഇസ്രായേലിൽ പോലുമില്ലാത്ത വിശ്വാസ ദൃഢതയുടെ മാതൃകയായി ശതാധിപന്റെ വിശ്വാസത്തെ സുവിശേഷകൻ വിവരിച്ചുകൊണ്ട് വിശ്വസിക്കുന്നവന്റെ കുലീനത്വവും വിശ്വാസത്തിന്റെ ശ്രേഷ്ഠതയും വ്യക്തമാക്കുന്നു. വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമാകേണ്ട ജീവിതശൈലി എന്തായിരിക്കണമെന്നാണ് നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള 1-ാമത്തെ വായനയിൽ പങ്കുവയ്ക്കുന്നത്. വിശ്വാസ സമ്പന്നന് കർത്താവ് നൽകുന്ന ദൗത്യവും സ്ഥാനവുമാണ് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണം. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നിന്നുമുള്ള വായനയിൽ വിശ്വാസത്തിന്റെ അതിരുവിട്ട് ജീവിക്കാതിരിക്കുവാനുള്ള ഉപദേശം നൽകുന്നു. നിയമാവർത്തന പുസ്തകം തന്നെ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുന്ന ഇസ്രായേലിന്റെ വിശ്വാസ ജീവിതശൈലി എന്തായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്നതാണ്. തങ്ങളുടെ കൃഷിസ്ഥലത്തു നിന്നും മറ്റു ലഭിക്കുന്ന എല്ലാറ്റിൻ്റെയും ദശാംശം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണമെന്നും ദൈവസന്നിധിയിൽ കുടുംബം ഒന്നു ചേർന്ന് ആഹ്ലാദിക്കണം, തങ്ങൾക്കുള്ളതിൻ്റെ പങ്ക് ലേവ്യരും പരദേശികളും വിധവകളും ദരിദ്രരുമായി പങ്കുവയ്ക്കണം, അതുവഴി ദൈവം നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും എന്ന സന്ദേശം 1-ാമത്തെ വായനയിൽ നിന്നും ശ്രവിക്കുന്നു. ദൈവത്തോടും തൻ്റെ കുടുംബത്തോടും സഭയോടും തൻ്റെ സഹജീവികളോടുമുള്ള കടമ നിർവഹിക്കുന്നതാണ് വിശ്വാസ ജീവിതം. വിശ്വാസ ശ്രേഷ്ഠത പ്രഘോഷിക്കുന്ന കുലീന ജനമായിരിക്കുന്നതിനു വേണ്ടിയാണ് ദൈവം ഇസ്രായേലിനെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തത്. വിശ്വാസ സമ്പന്നമായ ജീവിതം വഴി ജനത്തിനുടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി വർത്തിക്കാനും അന്തർക്ക് കാഴ്ച നൽകാനും കാരാഗ്രഹവാസികളെ മോചിപ്പിക്കാനും സാധിക്കുന്നു. അന്ധതയും അന്ധകാരവും നീക്കി വിശ്വാസത്തിൻ്റെ ഉൾക്കാഴ്ചയും ആത്മീയ ദീപ്തിയും നൽകുവാൻ വിളിക്കപ്പെട്ടവരാണ് വിശ്വാസ സമൂഹം എന്ന കാര്യം ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും വ്യക്തമാക്കുന്നു. കർത്താവിനുള്ള മഹത്വം മറ്റാർക്കും നൽകരുത് എന്നും പ്രവാചകൻ പ്രബോധിപ്പിക്കുന്നു. അനിശ്ചിതമായ സമ്പത്തിൽ പ്രത്യാശ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് നൽകുന്ന ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരാകണം വിശ്വാസികൾ എന്ന് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. സത്പ്രവൃത്തികളിൽ സമ്പന്നരും ഉദാരമതികളും പങ്കുവെക്കുന്നതിൽ സന്നദ്ധരുമായിരിക്കണം യഥാർത്ഥ വിശ്വാസികൾ. യഥാർത്ഥ ജീവൻ അവകാശമാക്കുവാനുള്ള നിക്ഷേപം വിശ്വാസ ജീവിതത്തിൽ നേടണം എന്ന് സ്ലീഹ പ്രബോധിപ്പിക്കുന്നു. ഈശോ കഫർനഹൂമിലായിരിക്കുമ്പോൾ ഒരു ശതാധിപൻ ഈശോയുടെ പക്കൽ വന്ന് തൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നുവെന്ന് അറിയിക്കുന്നു. ഈശോ പറഞ്ഞു, ഞാൻ വന്നവനെ സുഖപ്പെടുത്താം. ഈശോ വന്ന് സുഖപ്പെടുത്താമെന്ന് പറഞ്ഞെങ്കിലും ശതാധിപൻ സമ്മതിച്ചില്ല. അവിടുന്ന് എവിടെയായിരിക്കുന്നുവോ അവിടെ നിന്നുകൊണ്ട് തന്നെ തൻ്റെ പുത്രനെ സുഖപ്പെടുത്താനാകും എന്ന് അയാൾ വിശ്വസിച്ചു. ആഴമായ വിശ്വാസവും എളിമയുമാണ് ആ സേനാനായകന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. ഇസ്രായേലിൽ പോലും കാണാത്ത വിശ്വാസമെന്ന് ഈശോ ശതാധിപന്റെ വിശ്വാസത്തെ പ്രകീർത്തിക്കുന്നു. യഥാർത്ഥ വിശ്വാസ പ്രസാരണത്തിൻ്റെ സൂചകവും മാതൃകയുമായി ഈ സംഭവത്തെ ഈശോ വ്യാഖ്യാനിക്കുന്നു. തൻ്റെ ദാസന്റെ മേൽ തനിക്ക് അധികാരമുള്ളതുപോലെ രോഗത്തിൻ്റെ മേൽ ഈശോയ്ക്ക് അധികാരമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ശതാധിപന്റെ വാക്കുകൾ. ഈശോയുടെ ദൈവത്വം ഏറ്റുപറയുകയാണ് ശതാധിപൻ ചെയ്യുന്നത്. കുലീനമായ വിശ്വാസത്തിൻ്റെ അവകാശികളെന്ന് കരുതിയിരുന്ന ഇസ്രായേൽ ജനത്തേക്കാൾ ശ്രേഷ്ഠമായ വിശ്വാസമെന്ന് ശതാധിപന്റെ വിശ്വാസത്തെ പ്രകീർത്തിക്കുമ്പോൾ ഇസ്രായേലിന്റെ വിശ്വാസത്തിൻ്റെ
അപജയം കൂടിയാണ് വ്യക്തമാക്കുന്നത്. കുലീനത കളഞ്ഞു കുളിക്കുന്ന വിശ്വാസ അപജയങ്ങൾ ഇന്നും സമൂഹത്തിലുണ്ട്. അവ വിശ്വാസ അപജയങ്ങളായ അന്ധവിശ്വാസം, അബദ്ധവിശ്വാസം, അവിശ്വാസം എന്നിങ്ങനെ വിവിധ തലങ്ങളിൽപ്പെടുത്താം. ഇവ മൂന്നും ഇക്കാലത്ത് വളരെ വ്യാപകമായിട്ടുണ്ട്. ഇന്ന് വിശ്വാസികൾ എന്ന് വിളിക്കപ്പെടുന്നവരിൽ ധാരാളം പേർ തങ്ങളുടെ അന്ധവിശ്വാസങ്ങളെയാണ് ഉയർത്തിക്കാട്ടുന്നത്. വിശ്വാസത്തെ ഒരു ജീവിത ശൈലിയായി കാണാതെ, മിശിഹായെ അനുകരിക്കലായി കാണാതെ, തങ്ങളുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനായിട്ട് വേണ്ടി ഏത് അന്ധവിശ്വാസത്തെയും അനുകരിക്കാനും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തെ അവഗണിക്കാനും മുതിരുന്നവർ വിശ്വാസ അപചയങ്ങളിൽ കഴിയുന്നവരാണ്. മിശിഹായുടെ സുവിശേഷ ദൗത്യം എല്ലാ ജനപദങ്ങൾക്കും വേണ്ടിയുള്ളതാണ് എന്ന സന്ദേശവും ഇന്നത്തെ തിരുവചനം പങ്കുവെക്കുന്നു. ഈശോ നൽകുന്ന രക്ഷ സ്വായത്തമാക്കുവാൻ എല്ലാവർക്കും സാധിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നു. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന രക്ഷ തങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് കരുതിയിരുന്ന യഹൂദ വിശ്വാസത്തെ മാറ്റുന്ന വചനങ്ങളാണ് തുടർന്ന് പറയുന്നത്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ധാരാളം ആളുകൾ വന്ന് അബ്രാഹത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ വിരുന്നിനിരിക്കും എന്ന് പറയുന്നതിലൂടെ മിശിഹായിലൂടെ നൽകുന്ന രക്ഷ സാർവത്രികമാണ് എന്ന് സുവിശേഷകൻ പഠിപ്പിക്കുന്നു. ദൈവവചനത്തെ എളിമയോടെ സ്വീകരിക്കുന്നതും വിശ്വസ്തയോടെ ജീവിക്കുന്നതുമാണ് വിശ്വാസം എന്ന് ഇന്നത്തെ തിരുവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ വിശ്വാസം കൊണ്ട് പൗത്രീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.